യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ ഹൃദയത്തിന് മാത്രമേ പൊറുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ പൊറുക്കലിൻ്റെ പരമോന്നതമായ ഉദാഹരണമാണ് യേശുവിൻ്റെ ഉയർപ്പ്. സ്നേഹമുള്ള മനസ്സായതുകൊണ്ട് ശരീരം മുഴുവനും 1000-ലേറെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ മുറിപ്പാടുകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാകുന്നു. സുന്ദര ഗാത്രനായിട്ട് ഉയർത്തി നിൽക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാനെ കണ്ട് നാം ഹല്ലേലൂയ പാടുന്നു. നീ ഹല്ലേലൂയ പാടണമെങ്കിൽ നിന്റെ മനസ്സ് സ്നേഹം കൊണ്ട് തിളക്കണം. നിന്റെ ജീവിതം പകുത്തു കൊടുക്കുന്നതായിരിക്കണം. നിന്റെ മനസ്സ് ഏവരെയും ആകർഷിക്കുന്നതായിരിക്കണം. മലമുകളിൽ സ്ഥാപിച്ച ദീപം പോലെ നീ പ്രകാശിക്കണം. എങ്ങും വെളിച്ചം, എങ്ങും വെളിച്ചം. എൻ ഹൃദയത്തിലും എൻ അധരത്തിലും വെളിച്ചമുണ്ടാകണം. അവന് മാത്രമേ യേശുവിന് സാക്ഷിയായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുന്നു. ആമേൻ. പ്രഭാമയന്റെ മഹത്വപൂർണമായ ഉദ്ധാനം. മരണത്തിൻ്റെ ഇരുട്ട് തളം കെട്ടിക്കിടുന്ന ഭൂമിയിൽ അമരത്വത്തിൻ്റെ പ്രഭാതം പൊട്ടിവിടർന്നു. ആകാശത്തു നിന്നല്ല, ഭൂമിയുടെ മാറുപിളർന്ന് മരണത്തിൻ്റെ ചട്ടം ലംഘിച്ച് പാതാളത്തിൽ നിന്ന്. പുനരുദ്ധാനം ജീവനുള്ളവയുടെ എല്ലാം ആഘോഷമാണ്. ഉടൻ അസ്ഥികൾക്കും ഉലഞ്ഞ മാംസത്തിനും ഉരുകിയ ഹൃദയത്തിനുമപ്പുറം ഇനിയും പ്രത്യാശയുണ്ട്, ജീവനുണ്ട് എന്ന പ്രഘോഷണമാണ്. പച്ചമാംസവും അസ്ഥിയും മരക്കുരിശും ചേർത്ത് തുളച്ച് ആണികൾ നിശ്ചലമാക്കിയ വിരലുകൾ ചലനമറ്റവനെ പിടിച്ചുയർത്താൻ വീണ്ടും ചലിച്ചു തുടങ്ങി. മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണമേ നിന്റെ ദംശനം എവിടെ എന്ന് മരണത്തെ വെല്ലുവിളിക്കാൻ പൗലോസിനുണ്ടായ ധൈര്യം അതാണ്. അതെ, മനുഷ്യന് മരണമില്ല, കാരണം അവൻ നിത്യമായ അരൂപിയാണ്. സൃഷ്ടാവിൻ്റെ പരിണാമം അവസാനിക്കാത്ത ശ്രേഷ്ഠ സൃഷ്ടിയാണ്. 2000 വർഷം മുൻപ് കല്ല് പിളർന്ന് മണ്ണ് പിളർന്ന് നിർഗളിച്ച അഭൗമ്യമായ ഒരു ധവള പ്രകാശം. ആ പ്രകാശത്തിൻ്റെ ഔർജ്ജല്യത്തിൽ മരണം നിഷ്പ്രഭമായി അന്ധകാരത്തിൽ ഒളിച്ചു. അഴിഞ്ഞ കച്ചയും ഒഴിഞ്ഞ കല്ലറയും ഉരുണ്ടുമാറിയ കല്ലും അവ ഇന്നും അങ്ങനെ തന്നെയുണ്ട്. നിനക്കും ഒരു ഉയർപ്പുണ്ടെന്ന് നിശബ്ദമായി ഉരുവിട്ടുകൊണ്ട്. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരനെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകരാജനാം മിശിഹാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പരിശുദ്ധനായ എൻ്റെ ദൈവമേ, മഹോന്നതനായ എൻ്റെ ഈശോയെ, എൻ്റെ തമ്പുരാനെ, കർത്താവെ, അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ നിറവ് അനുഭവിച്ചറിയുവാനായിട്ട് എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ എൻ്റെ ഈശോയെ. കർത്താവെ, കർത്താവെ, അങ്ങയിലേക്ക് ഈശോയെ, കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്ധിതനായ ഞങ്ങളുടെ ഈശോയെ, കർത്താവെ, അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ വലിയ സന്തോഷത്തെ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ എൻ്റെ ഈശോയെ. അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ നിറവിൽ കർത്താവെ ഈ ജീവിതം മുഴുവൻ തുടരുവാനായിട്ട് എൻ്റെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈശോയെ, ഈ ഉത്ഥാനത്തെ ഞങ്ങൾ വിശുദ്ധ മഗ്ദലയോട് ചേർന്ന് നിന്നുകൊണ്ട് ഓർക്കുന്നു കർത്താവെ. ഈശോയെ, അങ്ങയെ സ്നേഹിച്ച കർത്താവെ, അങ്ങ് സ്നേഹിച്ച വിശുദ്ധ മഗ്ദലനയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മകളെ കർത്താവെ ഞങ്ങൾ ഈ നിമിഷം കർത്താവെ ഞങ്ങൾ സ്മരിക്കുന്നു കർത്താവെ. അവൾ പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. അവൻ ഒറ്റയ്ക്കായിരിക്കുമോ? അവളുടെ ഹൃദയം പിടഞ്ഞു. ആ ചാട്ടവാറടിയുടെ ശബ്ദവും കൈകളിൽ ആണിയടിച്ച് കയറ്റിയ ചുറ്റികയുടെ ശബ്ദവും തൻ്റെ എല്ലാമായിരുന്നവനെ കാൽവരിയിൽ ആരോരുമില്ലാതെ വലിച്ചിഴക്കപ്പെട്ടതിൻ്റെ ഓർമ്മകളും അവളുടെ ഹൃദയത്തെ കാർന്നു തിന്നു. താൻ ജീവനസുല്യം സ്നേഹിച്ചവൻ്റെ മൃതശരീരം അങ്ങകലെ ഇരുളിൽ കല്ലറയ്ക്കുള്ളിൽ തനിച്ചാണെന്ന ബോധ്യം അവളുടെ മനസ്സിനെ ഉലച്ചു കളഞ്ഞു. അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓടി. ഭീതിപ്പെടുത്തുന്ന ഇരുട്ടിനെയും മരം കോച്ചുന്ന തണുപ്പിനെയും ഭേദിച്ചുകൊണ്ട് അവൾ തൻ്റെ പ്രാണനാഥൻ്റെ കല്ലറയ്ക്ക് മുമ്പിലെത്തി. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മൃതശരീരത്തെ അടക്കം ചെയ്ത ആ ശിലാഗുഹയെ അവൾ തീവ്രവേദനയോടെ നോക്കി നിന്നു. അവനെ ഒരു നോക്ക് കാണുവാൻ പ്രേമപൂർവം എന്നാൽ വേദനയോടെ അവൾ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. ഒരു നിമിഷം നടുങ്ങിയ ഹൃദയവുമായി അവൾ നിന്നു. മഗ്ദലന കണ്ടത് തൻ്റെ ജീവനും പ്രാണനുമായിരുന്നവൻ്റെ ശൂന്യമായ കല്ലറ. തനിക്ക് എല്ലാമായിരുന്നവൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്ന് അവൾ വിചാരിച്ചു. മുറിവേറ്റ മാടപ്രാവിനെ പോലെ ശിഥിലമായ തൻ്റെ പ്രണയത്തെ ഓർത്ത് അവൾ തേങ്ങിക്കരഞ്ഞു. കരഞ്ഞു തളർന്ന അവളുടെ മുമ്പിലേക്ക് കടന്നു വന്നത് തോട്ടക്കാരൻ. പ്രഭോ, നിങ്ങളെൻ്റെ പ്രാണപ്രിയനെ എടുത്തുകൊണ്ടു പോയെങ്കിൽ തിരിച്ചു തരിക. അവൾ അലമുറയിട്ട് കരഞ്ഞു. തന്നെ കാത്തിരിക്കുന്ന മറിയത്തെ ഏറെ സ്നേഹിച്ച യേശു തോട്ടക്കാരനിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ ആ നിലവിളിയിൽ ഏറെ നേരം മറഞ്ഞിരിക്കാൻ അവനായില്ല. മറിയം എന്ന് വിളിച്ചുകൊണ്ട് അവൻ പുറത്തു വന്നു. എൻ്റെ ദൈവമേ, കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്ന ഈ ജീവിതത്തിൽ എൻ്റെ ഈശോയെ മറിയത്തെ പോലെ നിന്നെ സ്നേഹിക്കുവാനായിട്ട് കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ അനുഗ്രഹിക്കണം ഈശോയെ. ഈശോയെ, നിന്റെ ഉത്ഥാനത്തിൻ്റെ നിറവിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, 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 ഈ ജീവിതം മുഴുവൻ കർത്താവേ അങ്ങയോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് തരണം ഈശോയെ. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവേ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ലോകത്തിൻ്റെ ഈശോയെ പാപ വഴികളിൽ വീണു പോകാതെ കർത്താവേ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കർത്താവേ അങ്ങയുടെ സാക്ഷിയായിട്ട് കർത്താവേ മരിക്കാനായിട്ട് കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എൻ്റെ ഈശോയെ. കർത്താവേ, കർത്താവേ, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്തോഷത്തിൽ കർത്താവേ ഉദിതമായ നിന്റെ മുഖത്തെ നോക്കിക്കൊണ്ട് കർത്താവേ എൻ്റെ ഈശോയെ ഈ ജീവിതത്തെ ഓർത്തുകൊണ്ട് കർത്താവേ ഈ നിമിഷം ഞങ്ങൾ അങ്ങേ കരങ്ങളുയർത്തി സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ, ആരാധന ആരാധന കർത്താവേ, കർത്താവേ, കർത്താവേ. യേശുവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധനെ ദൈവമേ, 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 എന്റെ ഈശോയെ ദൈവമേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, 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 എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമ്മൾക്ക് ഈ നിമിഷം നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊടുക്കാം. ഹൃദയം തുറന്ന് അവൻ്റെ തിരുസന്നിധിയിലായിരിക്കാം. മഗ്ദലേന മറിയം കർത്താവിൻ്റെ വിയോഗത്തിൽ അനുഭവിച്ച വേദനയും ദുഃഖവും കുറച്ച് സമയത്തേക്ക് ഈശോ അവളിൽ നിന്ന് മറഞ്ഞപ്പോൾ അവൾക്ക് സകലതും നഷ്ടപ്പെട്ടു പോയതുപോലെയായിരുന്നു. അതുപോലെയാണ് കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോഴുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയാവസ്ഥ. പാപത്തിൽ നമ്മൾ ഓരോ നിമിഷം വീഴുമ്പോഴും നമ്മൾ അത്രത്തോളം കർത്താവിൽ നിന്ന് അകന്നു പോകും. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. അപ്പോഴാണ് നമ്മളിലേക്ക് ദുഃഖവും നിരാശയും കടന്നു വരുന്നത്. ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മൾ അറിയാതെ തന്നെ ദുഃഖിച്ചു പോകും. കർത്താവിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരാശയിലായി പോകും. എൻ്റെ ഈശോയെ, കർത്താവെ, പാപം നിറഞ്ഞ നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോയപ്പോൾ, കർത്താവെ, എൻ്റെ ഹൃദയം കർത്താവെ അങ്ങിൽ നിന്ന് അകന്നു പോയപ്പോൾ ഞാൻ അനുഭവിച്ച ദുഃഖവും നിരാശയും ഇനി ഒന്നുമില്ലെന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളെ ഓർക്കുന്നു കർത്താവെ. എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, ഇനി ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ച് കർത്താവെ വീണുപോയപ്പോൾ ഇരുളു നിറഞ്ഞ ആ ഹൃദയത്തിലേക്ക് തമ്പുരാനെ വെളിച്ചവുമായിട്ട് വന്നവനാണല്ലോ നീ. കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ ദീപം തെളിച്ചവനാണല്ലോ നീ. കർത്താവെ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുമ്പോൾ പ്രത്യാശയും ആനന്ദവും നൽകിക്കൊണ്ട് ഉദ്ധിതനായ കർത്താവിൻ്റെ രൂപത്തിൽ നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നല്ലോ തമ്പുരാനെ. 1000 നന്ദി ദൈവമേ. എൻ്റെ ഈശോയെ, കർത്താവെ, മഗ്ദലേന മറിയം അങ്ങയെ കാണാതെ വിഷമിച്ച് ഓടി വന്നപ്പോൾ കർത്താവെ അവൾ പോലും പ്രതീക്ഷിക്കാതെ നീ അവൾക്ക് പ്രത്യക്ഷനായല്ലോ കർത്താവെ. അതുപോലെ അങ്ങയെ ഒന്ന് കാണാനായിട്ടുള്ള ദാഹത്തോടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഈശോയെ, നിന്നെ ഒന്ന് അനുഭവിക്കാനുള്ള കൊതിയോടുകൂടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തില് നീ ഞങ്ങളുടെ ഹൃദയത്തില് അങ്ങയുടെ സ്നേഹം നിറയ്ക്കുന്നല്ലോ ദൈവമേ. 1000 നന്ദി ഈശോ. കർത്താവെ, ഞങ്ങൾക്ക് നീ നൽകുന്ന ഈ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം നീ ഞങ്ങളിലേക്ക് ചൊരിയുന്ന ഈ ആനന്ദവും തമ്പുരാനെ, 1000 നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ഓർക്കുന്നു കർത്താവെ. ഉദ്ധിതനായ ഞങ്ങളുടെ ഈശോയെ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവമേ, ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും വീണു പോകുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണല്ലോ പുനരുത്ഥാനം. പീഡകൾ സഹിച്ച് മരിച്ചപ്പോൾ ഇനി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിലും അതിനപ്പുറം ഒന്നുണ്ട് മകളെ എന്ന് ഞങ്ങളെ കാണിക്കാനായിട്ട് ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ ദൈവമേ, ഈ നിമിഷം ഞങ്ങൾ അങ്ങയിലേക്ക് കടന്നു വരുന്നു കർത്താവെ. ജീവിതത്തിൽ വീണു പോകുന്ന ഏത് സാഹചര്യത്തിലും കർത്താവിനെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. എൻ്റെ ഈശോയെ, ഇനിയും ജീവിതത്തിൽ വീണു പോകുന്ന ഓരോ നിമിഷത്തിലും കർത്താവിനെ ഓർത്തുകൊണ്ട് അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ പുനരുദ്ധാനത്തെ നോക്കിക്കൊണ്ട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ. എൻ്റെ ഈശോയെ, കർത്താവെ തമ്പുരാനെ, അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും വീണുപോകാൻ നീ അനുവദിക്കാത്ത വിധം കർത്താവെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ ദൈവമേ. അങ്ങയുടെ കരുണയും അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അനന്തമായ കരുണയും എൻ്റെ ഈശോ സ്നേഹവും അതെല്ലാം കർത്താവെ ഈ നിമിഷം ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിന്റെ കരുണയും സ്നേഹവും കടന്നു വരട്ടെ. അങ്ങയുടെ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ ഞങ്ങളിൽ നിറയട്ടെ കർത്താവെ. ഈ നിമിഷം ഞങ്ങൾ ഹൃദയം തുറക്കുന്നു അങ്ങയുടെ തിരുസന്നിധിയിലേക്ക്. അങ്ങയുടെ സന്തോഷത്താലെ ഞങ്ങൾ നിറയുന്നു ദൈവമേ. അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിയുന്ന ആനന്ദവും സന്തോഷവും ഇപ്പോൾ ഞങ്ങളിൽ നിറയട്ടെ കർത്താവെ. പുനരുദ്ധാനത്തിൻ്റെ കർത്താവെ, എൻ്റെ ഈശോയെ, ഞങ്ങൾക്ക് സാക്ഷ്യമായി തീർന്ന പുനരുദ്ധരിക്കപ്പെട്ട എൻ്റെ ഈശോയെ, അങ്ങയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ആ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷവും പ്രത്യാശയും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ ഈ നിമിഷം സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധനായ ദൈവമേ, ഈശോയെ, ആരാധന, ആരാധന, ആരാധന. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശയുടെ ദൈവമേ, യേശുവേ, യേശുവേ, ജീവനായവനെ, ഞങ്ങളുടെ ജീവനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. യേശുവേ, സന്തോഷത്തോടുകൂടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, സർവശക്തിയോടും കൂടി ഞങ്ങളെ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായവനെ,
പരിശുദ്ധനായവനെ യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ദൈവമേ 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 ഈശോയെ ഞങ്ങളുടെ ജീവനായവനെ യേശുവേ 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 ഹല്ലേലൂയ 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 സർവശക്തനായ ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനെ മഹത്വരാജാവിനെ ഉയർത്തെണീറ്റ യേശുവിനെ എന്റെ കർത്താവിനെ മഹത്വരാജാവിനെ ഉയർത്തെണീറ്റ യേശുവിനെ എന്റെ കൺമുൻപിൽ ഞാനെന്നും കാണുന്നു എന്നിൽ ആനന്ദ ഗാനങ്ങൾ നിറയുന്നു കർത്താവിനെ മഹത്വരാജാവിനെ ഉയർത്തെണീറ്റ യേശുവിനെ എന്റെ കർത്താവിനെ മഹത്വരാജാവിനെ ഉയർത്തെണീറ്റ യേശുവിനെ എന്റെ കൺമുൻപിൽ ഞാനെന്നും കാണുന്നു എന്നിൽ ആനന്ദ ഗാനങ്ങൾ നിറയുന്നു കർത്താവിനെ മഹത്വരാജാവിനെ ഉയർത്തെണീറ്റ യേശുവിനെ എന്റെ കർത്താവിനെ മഹത്വരാജാവിനെ ഉയർത്തെണീറ്റ യേശുവിനെ. എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. എൻ്റെ ഈശോയെ അങ്ങയുടെ പുനരുദ്ധാനത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് പതിപ്പിച്ചുറപ്പിച്ചു തരണേ കർത്താവേ. ഞങ്ങളുടെ ഈ ശരീരത്തിൻ്റെ കാലാവധിക്കപ്പുറം ഈശോയെ ജീവിതമുണ്ടെന്ന് അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ കർത്താവേ. ആ ചിന്ത നിരന്തരം ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കാൻ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കൃപ അയച്ചു തരണേ കർത്താവേ. ഈശോയെ ശാപത്തിൽ നിന്നും ഈശോയെ പാപത്തിൽ നിന്നും ഞങ്ങളുടെ പ്രവൃത്തി ദോഷങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ മോചിപ്പിക്കണേ കർത്താവേ. ഇവയിൽ നിന്നൊക്കെ കർത്താവേ ഈശോയെ ഞങ്ങൾക്ക് ഈശോയെ പുനരുദ്ധരിക്കുവാൻ കർത്താവേ എൻ്റെ യേശുവേ കൃപ നൽകണ തമ്പുരാനെ. എൻ്റെ യേശുനാഥ അങ്ങയുടെ പുനരുദ്ധാനത്തിലൂടെ എൻ്റെ ഈശോയെ നിരന്തരം ഞങ്ങളുടെ ജീവിതത്തിലെ സകല കുറവുകളെയും നികത്തുവാൻ കൃപ നൽകണേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേലെ അങ്ങ് വർഷിക്കണേ കർത്താവേ. എൻ്റെ യേശുവേ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും കർത്താവേ അങ്ങയിൽ നിന്നുകൊണ്ട് അങ്ങയോടൊപ്പം നിന്നുകൊണ്ട് നേരിടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ ഈശോയെ. ഒരല്പനിമിഷം നമുക്ക് ഈശോയുടെ പുനരുദ്ധാനത്തിലൂടെ നമ്മുടെ ചിന്തകളെ ഈശോയുടെ പുനരുദ്ധാനത്തിലേക്ക് തിരിച്ചുവിടാം. ഈശോയുടെ പുനരുദ്ധാനം നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ മരിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റമായി മാറുവാൻ, ഈശോയുടെ ജീവിതം നമുക്ക് ഒരു മാതൃകയായിട്ട് മാറുവാൻ നമുക്ക് കൃപ നൽകാൻ വേണ്ടി നമുക്ക് അല്പനിമിഷം നമ്മുടെ ചിന്തകളെ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് നക്ഷത്രങ്ങളെ വകഞ്ഞു മാറ്റി ഉദയസൂര്യൻ ഉയർന്നു നിന്നു. ഒരിളം തെന്നൽ ഇലകളോടും ചെടികളോടും പൂക്കളോടും രഹസ്യമായി പറഞ്ഞു, ഉണരൂ, പുനരുദ്ധാനത്തിൻ്റെ പ്രഭാതമായി. കബറിടത്തിൻ്റെ കാവൽക്കാർ ക്ഷീണിതരാണ്. തണുപ്പും ഉറക്കവും അവർക്ക് കൂട്ടായിട്ടുണ്ട്. ആകാശം കിഴക്ക് ഭാഗത്ത് ആകെ ഇളം ചുവപ്പ് നിറമായി കഴിഞ്ഞു. അത് അതിവേഗം പടർന്നുകൊണ്ടുമിരിക്കുന്നു. അതാ അറിയപ്പെടാത്ത ആഴങ്ങളിൽ നിന്ന് അതിവിശിഷ്ടമായ പ്രകാശധോരണിയോടെ ഒരു ഉൽക്ക, ഒരു അഗ്നിഗോളം പോലെ താങ്ങാനാവാത്ത പ്രഭയോടെ അതിവേഗത്തിൽ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. പ്രകാശത്തോടൊപ്പം ശക്തമായ ഇമ്പമേറിയ പ്രൗഢമായ ഒരു മുഴക്കവും. അതിൻ്റെ ഇരമ്പൽ പ്രപഞ്ചം മുഴുവനും നിറയുന്നുണ്ട്. സ്വർഗീയ ഗണങ്ങളുടെ ദൈവദൂതന്മാരുടെ ഹല്ലേലൂയ സംഗീതത്തിൻ്റെ മുഴക്കമാണ്. ക്രിസ്തുവിൻ്റെ അരൂപി അവൻ്റെ മഹത്വമാർന്ന ശരീരത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം. കാവൽക്കാരെയും കബറിടത്തിൻ്റെ വാതിലിനെയും ഇടിച്ചു തെറിപ്പിച്ച് ആ പ്രകാശഗോളം ഗുഹയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ആ പ്രകാശം കല്ലറയിൽ നിറഞ്ഞു നിന്നു. കർത്താവിൻ്റെ അരൂപി അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഹൃദയം സജീവമായി. ആദ്യത്തെ സ്പന്ദനം ശരിക്കും നൽകിയതോടെ ഉറഞ്ഞിരുന്ന രക്തം സജീവമായി രക്തധമനികളിൽ നിറച്ചു. ശ്വാസകോശങ്ങളും തലച്ചോറും സജീവമായി. ആ മനോഹരവും മഹത്വപൂർണവുമായ ശരീരം ജീവൻ പ്രാപിച്ചു. കച്ചയുടെ അടിയിൽ ഒരു ചലനം. ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നു. അവൻ പ്രകാശം ശരീരമെടുത്തവനാണ്. ഭൂമിയിലെ ദരിദ്രപ്രകാശമല്ല, നക്ഷത്രങ്ങളുടെ പ്രകാശമല്ല, സൂര്യൻ്റെ എളിയ പ്രകാശവുമല്ല, ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രകാശം. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ഇവയെല്ലാമാണ് അവിടെയുള്ള പ്രകാശം. അതാണ് ഉദ്ധിതനായ ക്രിസ്തു. എൻ്റെ ഈശോയെ, അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലേക്കും അങ്ങ് നിറച്ചു തരണേ കർത്താവേ.
എൻ്റെ ഈശോയെ, ഈ ജീവിതത്തിനപ്പുറവും ഒരു ജീവിതമുണ്ടെന്ന ബോധ്യം എൻ്റെ യേശുനാഥ നീ ഞങ്ങൾക്ക് നിരന്തരം ഈശോയെ പഠിപ്പിച്ചു തരണേ. എവിടെ വീണു പോയാലും ഏത് പാപത്തിൽ പെട്ടുപോയാലും എൻ്റെ ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി അവയിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞുകൊണ്ട് അങ്ങയിലേക്ക് ഓടിയെടുക്കുവാൻ എൻ്റെ യേശുവേ ഞങ്ങൾക്ക് കൃപ നൽകണേ. അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ എല്ലാ ചിന്തകളിലേക്കും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലേക്കും നിറച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ. യേശുവേ ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ഈശോയെ 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 കർത്താവേ 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 ഈശോയെ കർത്താവേ, ഞങ്ങൾ അറിയുന്നു ഈശോയെ ഈ നിമിഷം അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യമാണ് ഞങ്ങളുടെ അരികിലെന്ന്. കർത്താവേ ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, 2 3 പേർ ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. കർത്താവേ, ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറാത്ത നിന്റെ വാക്കാണല്ലോ ഈശോ. ഈശോയെ, അങ്ങയുടെ മഹത്വപൂർണമായ സാന്നിധ്യമാണല്ലോ ഈ നിമിഷം ഞങ്ങളുടെ മുമ്പിൽ. കർത്താവേ, എൻ്റെ ഈശോയെ, ഉദ്ധിതനായവനെ കടന്നു വരണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്. കർത്താവേ ഈശോയെ, ഉയർപ്പ് ലഭിക്കാതെ തളർന്നു കിടക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കർത്താവേ എഴുന്നള്ളി വരണമേ എൻ്റെ ഈശോയെ. ഈശോനാഥ കർത്താവേ, തകർന്നു കിടക്കുന്ന ഹൃദയങ്ങളിലേക്ക് എൻ്റെ ഈശോയെ, ജീവിതത്തിൽ നിരാശ പിടിച്ചു പോയ സമയങ്ങളിൽ എൻ്റെ ദൈവമേ, പലപ്പോഴും ഒറ്റപ്പെട്ടു പോയപ്പോഴും തളർത്തപ്പെട്ടപ്പോഴും കർത്താവേ ഈശോയെ, അപമാനിതമായി പോയപ്പോഴും കർത്താവേ ഈശോ നിന്നെ കുറിച്ച് ചിന്തിക്കാൻ മറന്നുപോയ നിമിഷങ്ങളിലും കർത്താവേ അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ഈശോയെ. അന്നെല്ലാം ഒരുപാട് പരിഭവത്തോടു കൂടെ അങ്ങേ നോക്കിയിട്ടുണ്ടെങ്കിലും കർത്താവേ, അങ്ങനെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ കർത്താവേ, നിന്റെ ക്രൂശിത രൂപം ഓർക്കുവാൻ മറന്നുപോയി കർത്താവേ. എൻ്റെ ഈശോയെ കർത്താവേ, അങ്ങയുടെ ക്രൂശിത രൂപത്തെ സദാ അവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ. മരണത്തോളം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു എന്നും കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ വീണു പോകുവാൻ അനുവദിക്കാതിരിക്കാൻ കർത്താവേ അങ്ങ് ഉദ്ധാനം ചെയ്ത് കടന്നു വന്നു എന്നും കർത്താവേ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ഞങ്ങൾക്കൊരടിസ്ഥാനം തരണമേ കർത്താവേ നിന്റെ നാമത്തിൽ. എൻ്റെ ഈശോയെ, ഈശോയെ, ജീവിതത്തിൽ നിന്റെ കൂടെ നടക്കുവാൻ കർത്താവേ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരണമേ കർത്താവേ. ഉദ്ധിതനെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഉദ്ധരിക്കണമേ കർത്താവേ. ഈശോയെ, ഒരു പുതിയ പുനരുദ്ധാനം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കണമേ കർത്താവേ. നല്ലിടയനെ ഒരിക്കലും ഉപേക്ഷിക്കാതെ നിന്റെ ആളുകളെ നീ നയിക്കണമേ ഈശോയെ. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. സർവവും മറന്നുകൊണ്ട് കർത്താവേ, ജീവിതത്തിൽ നാളിതുവരെ നഷ്ടപ്പെടുത്തി പോയ എല്ലാ നിമിഷങ്ങളെയും സമർപ്പിച്ചു കർത്താവേ. കർത്താവേ, എത്രയോ വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്ത് നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ. ഈശോയെ, ഇനിയുള്ള കാലം അങ്ങയോടൊത്തായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ജീവിതത്തെ നിന്നോട് ചേർത്ത് വെക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. കർത്താവേ, കർത്താവേ, അങ്ങ് കൂടെ നടക്കണമേ. നല്ലിടനായി കർത്താവേ ഞങ്ങളെ കൂടെ നടക്കണമേ. നമുക്ക് ഈ നിമിഷം അവിടുത്തെ ആരാധിക്കാം. കർത്താവ് പറയുന്നുണ്ട്, അവിടുന്ന് പൂർണ്ണ ഹൃദയത്തോടു കൂടെയുള്ള ആരാധനയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നിന്റെ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ ആരാധിക്കണം. അതാണ് അവിടുന്ന് അഭിലഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണ ശക്തിയോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കാരണം അവിടുത്തെ സന്നിധിയിൽ മാത്രമാണ് നമുക്ക് അഭയമുള്ളത്. അവിടുത്തെ മാത്രമാണ് നമ്മുടെ ദൈവം. ഒരു നാളും ഉപേക്ഷിക്കാതെ, മറ്റാരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും ഒരു നാളും തള്ളിപ്പറയപ്പെടാത്ത സന്നിധി, ആ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് ആരാധിക്കാം. എന്തെന്നാൽ അവിടുത്തെ എത്ര ആരാധിച്ചാലും മതിവരാത്ത ദൈവമാണ്. ജീവിക്കുകയും മരിക്കുകയും നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുകയും ചെയ്ത് അവിടുത്തെ
എത്ര വാഴ്ത്തിയാൽ മതിയാവും. നമുക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്തുതിക്കാം. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എന്റെ ദൈവമേ, ജീവകാലം മുഴുവൻ നിന്നെ സ്നേഹിക്കുവാൻ ഇടതരണമേ. കർത്താവേ, എന്റെ ഈശോയെ, വിമോചകനെ, കടന്നു വരണമേ. കർത്താവേ, അങ്ങയുടെ ദിവ്യ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. എല്ലാ നിരാശകളിൽ നിന്നും വിമോചനം തരണമേ. കർത്താവേ, ഉദ്ധരിക്കണമേ. കർത്താവേ, ആരാധന. യേശുവേ, പരമപരിശുദ്ധനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരാക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഉദ്ധിതനായ ഈശോയോടൊപ്പം ഉദ്ധാനം ചെയ്യപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഹൃദയങ്ങളിലേക്ക് നമ്മളെ ഒരുമിച്ച് ചേർക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ നിമിഷം നമുക്ക് ഒരുമിച്ചിരിക്കാം. മകൻ്റെ ശരീരരക്തങ്ങൾ വെച്ച് വിളമ്പുന്ന ഒരമ്മയാണ് നമുക്കുള്ളത്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ സകല പാപക്കറകളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അമ്മ ഈ നിമിഷം ഏറ്റെടുക്കണമേ. മാതാവേ, പരിശുദ്ധയായ അമ്മേ, ഞങ്ങൾ മരിച്ചുപോയവരായിരിക്കെ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ രക്തം, ഈശോയ്ക്ക് വേണ്ടി മുറിയപ്പെട്ട രക്തം ഞങ്ങളുടെ മേലെ ഈ നിമിഷം അമ്മ ഒഴുക്കണമേ. ഞങ്ങളെ ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് പരിശുദ്ധ അമ്മേ ഞങ്ങളെയും അമ്മ പിടിച്ചുയർത്തണമേ. നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് കരം വിരിച്ചു പിടിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞാളിൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ